അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ക്രിക്കറ്റ് ചലഞ്ചാണ്. അപ്പോൾ ഞാനും അയറിനുമാണ് ഇതിനകത്തുള്ളത്. അയറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദണ്ട് ഇപ്പോൾ പറയാം. പറഞ്ഞോ എന്തെങ്കിലും ഉണ്ടോ? പറ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അത് തന്നെയോ അത് നീ പറഞ്ഞു. ഇനി എന്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. ലവ് യു. പറയടി, നിനക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാവോ? അറിയാവോ? ഭയങ്കരമായിട്ട് അറിയാവോ? പിന്നെ വലിയ ക്രിക്കറ്റ് കളിക്കുക. അപ്പോൾ നമ്മൾ പക്ഷേ ഇന്ന് ചെയ്യുന്നത് വെറുതെ ക്രിക്കറ്റ് കളിച്ച് മാത്രമല്ല, അതായത് നമ്മുടെ ബാറ്റും ബോളും കൊണ്ട് പറ്റുന്ന എല്ലാ ചലഞ്ചും നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ അതിനെന്തുവായിരുന്നു പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും എതിര് പറയാനുണ്ടോ? വീഡിയോ ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ ബാറ്റിൻ്റെ മണ്ടയ്ക്ക് ബോൾ ഇട്ട് ഇങ്ങനെ അടിക്കും. അത് ഏറ്റവും കൂടുതൽ തവണ ആരാണോ അടിക്കുന്നത്, ബാറ്റ് അടിച്ച് പൊട്ടിക്കല്ല്, അവരാണ് ഇതിൻ്റെ വിജയ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചലഞ്ചിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ചലഞ്ചിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അയറിനാണ്. കുറച്ച് ഇങ്ങോട്ട് നീങ്ങുന്നത് നമുക്ക് അയറിന് ഒറ്റ കൈ കൊണ്ട് ബാറ്റ് പിടിക്കാൻ പാടായതുകൊണ്ട് നമുക്ക് വേണേൽ ആ ബോൾ ഇട്ട് കൊടുക്കാം അയറിന്. ഓക്കെ, അപ്പോൾ ബാറ്റ് പിടി, കറക്റ്റായിട്ട് പിടി, ബാറ്റ് പിടി. അപ്പോൾ നമ്മൾ നേരെ ഇരട്ടെ ചേച്ചൻ, എനിക്ക് ഇച്ചിരി പുറകിലോട്ട് ഇറങ്ങിയില്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകണേ. റെഡി? ഒരു വർഷമേ ചെയ്യുന്നുള്ളൂ, തോറ്റാലും കുഴപ്പമില്ലല്ലോ. ഓക്കെ, എന്നാ ഇട്ടോ, എനിക്ക് ഇട്. റെഡി? 1 2 3. ഒരു വട്ടം. അയറിന് ഒന്നുകൂടെ ചെയ്യുന്നോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനിയും ആരുടെ ചാൻസാണ്? ഓക്കെ, അപ്പോൾ ഷാരോണ ചേച്ചൻ ബാറ്റ് ഷാരോണ ചേച്ചൻ്റെ കയ്യിലോട്ട് കൈമാറൂ. താങ്ക് യു. അപ്പം നമുക്ക് എൻ്റെ ആ ഒരു എനിക്കൊരു ചാൻസ് മതി. നീ ഒരു ചാൻസ് അല്ലേ എടുത്തോളൂ. അപ്പം എനിക്ക് ഒരു ചാൻസ് മതി. മതിയടി എനിക്കും. അപ്പോൾ നമ്മൾ ക്യാമറമാൻ ഷാരോണായിട്ടുള്ള ഞാൻ ക്യാമറമാൻ അയറിൻ്റെ കയ്യിലായിട്ട് ഇപ്പോൾ ഫോൺ കൈമാറുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഞാൻ അയറിൻ്റെ കൊടുക്കാതിരുന്നതാണ്. പക്ഷേ അയറിന് ഇത് ക്യാമറ പിടിക്കാനുള്ള ആവതില്ല. അയറിന് ഇത് കൊതുക് വന്ന് കാലെ കുത്തുമ്പോഴത്തേനും കാല് ചൊറിയാൻ വരുന്നത്. അതുകൊണ്ട് നേരെ ക്യാമറയുടെ ഇതിലോട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അയറും ക്യാമറയിലോട്ട് കൈ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് കാര്യമുള്ളൂ. അയർ ഇങ്ങി വാ ബാബാ, ഇവിടെ വന്നില്ല, എൻ്റെ അടുത്ത് വന്നില്ല. ഇവിടെ വന്നില്ല. നോക്കിയോ ചലഞ്ചിൽ ആരെ ജയിക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ചത്. നോക്കണേ. റെഡി? 1 2 3. അപ്പം ഞാൻ സക്സസ്ഫുള്ളായിട്ട് 6 ഇതെടുത്തിട്ടുണ്ട്. 6 വട്ടം ബോൾ ടച്ച് ചെയ്തു ഞാൻ ഇതിനകത്ത് ബാറ്റ് വെച്ച്. അതുകൊണ്ട് സക്സസ്ഫുള്ളി ആയിട്ട് ഈ ചലഞ്ചിൽ ആരാണ് ജയിച്ചത്? അപ്പോൾ നമുക്ക് അടുത്ത ചലഞ്ചിലോട്ട് പോകാം. വീഡിയോയോ? ഞാനിപ്പോൾ ഈ എടുത്തോണ്ടിരിക്കുന്ന വീഡിയോ തന്നെയല്ലേ ഇടിയത്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോവാം? അടുത്ത ചലഞ്ചിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പം ഗൈസ്, നമ്മുടെ അടുത്ത ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കാല് വേനെടുക്കും കിട്ടും. ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങൊരു ഗേറ്റ് കണ്ടോ നിങ്ങൾ? ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ബോൾ എറിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കണേ. ഈ കാണുന്ന നമ്മൾ വിക്കറ്റ് എഴുതുന്ന സ്ഥാനത്തിലോട്ട് ബോള് എറിഞ്ഞിടുക. സ്റ്റമ്പിലോട്ട് ബോൾ നമ്മൾ എറിഞ്ഞ് കറക്റ്റ് സ്റ്റമ്പിൽ ഒന്ന് കൊണ്ടിട്ട് ഈ 2 സാധനവും വീഴണം. അതും അങ്ങ് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിക്കിയുമായിട്ട് കളിക്കുന്നൊരു വീഡിയോ ആണ്. അത് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചലഞ്ച് കൂടെ കംപ്ലീറ്റ് ചെയ്താലേ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചലഞ്ചിലോട്ട് വീണ്ടും പോകാം. അയറിന് എറിഞ്ഞു, പക്ഷേ നമ്മുടെ നിക്കിയുടെ കൂടിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. കണ്ടോ, നിക്കിയുടെ കൂടിൻ്റെ അവിടെ അയറിൻ്റെ ബോൾ അങ്ങ് പോയി കിടക്കുന്നു. അപ്പോൾ അടുത്ത ആരായിരിക്കും?
ഇറ്റ്സ് മീ. അപ്പോൾ ഇനി ഞാനാണ് ഗൈസ്. അയറിന് ഒരു ചാൻസ് മതിയെന്നാണ് എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് അയറിനെ ബോളിംഗ് എടുത്തോണ്ട് താ, എനിക്ക് ബോളിംഗ് എടുത്തോണ്ട് താ. ഓടിവാ ബോൾ എടുത്തോണ്ട് ഓടണം ഇങ്ങോട്ട്. അത് ഫുട്ബോളല്ല, പുതിയ ബോളാ, കളയല്ലേ ഇത്. ഇപ്പം നമ്മുടെ ചലഞ്ച് എന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ, ബോൾ എടുത്ത് കറക്റ്റ് താണ്ടേ ഈ സ്റ്റമ്പിൻ്റെ അതിലോട്ട് അടിച്ചിട്ട് നമ്മൾ ആ സ്റ്റമ്പ് പൊട്ടിച്ച് ആ 2 കറുത്ത സാധനം കളയുക എന്നതായിരുന്നു നമ്മുടെ ചലഞ്ച്. അപ്പോൾ ഗൈസ് നിങ്ങൾ നോക്കിക്കോ, താണ്ടേ ഞാൻ ഇത് കളിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുക. ഞാൻ നമ്മുടെ സ്റ്റമ്പയിലോട്ട് കാണിച്ച് വെക്കാം. അപ്പോൾ നോക്കിക്കോ ഗൈസ്, ഞാൻ സ്റ്റമ്പിൽ എറിഞ്ഞിടുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കി പറയുക. മാറ്, നീ അങ്ങോട്ട് നീ ആ സ്റ്റമ്പിൻ്റെ ആണ്ട് അപ്പുറത്തോട്ട് പോയില്ലായിരുന്നു. ചെല്ല്. ഇല്ല നീ അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോൾ അന്ന് മാറിയിരിക്കും. നമുക്കറിയാം. മാറുന്നില്ല. ഗൈസ് ജസ്റ്റ് മിസ്സാണ്. വേണമെങ്കിൽ നമുക്ക് 2 പേർക്കും ഒരേ ട്രെയിലും കൂടെ ഒതുങ്ങാം. ഒരു ട്രെയിലും കൂടെ എല്ലാവരും വേണ്ട. ഹയറിന് ഒരുമാതിരി ഈ ചലഞ്ചിൽ പങ്കെടുക്കുക ഇത് ഒന്ന് വയ്യാത്ത കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ബോൾ എറിഞ്ഞത് ചെറിയൊരു തെറ്റുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിയാഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് എറിഞ്ഞു നോക്കാം, തിരിയോ ഇല്ലയോ എന്ന് അപ്പം നമുക്ക് മനസ്സിലാക്കാം. ആയിരനെ അങ്ങനെ ഒന്നും എറിയുവാണ് ഞാൻ. അപ്പോൾ എന്നെ കൊണ്ട് ബോൾ എറിയുന്ന കാര്യം പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് ചലഞ്ച് ഇതോടെ സമാപിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിക്കി ഇറങ്ങുക. ഓക്കെ അല്ലേ? ഓക്കെ അവിടെ എല്ലാവരും ക്യാമറയിൽ കൂടെ കണ്ടിട്ടുണ്ടല്ലേ, ആരും കാണിച്ച കള്ളം. അപ്പോൾ നമുക്ക് നിക്കിയെ കളിപ്പിക്കാം. ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും നല്ല വട്ടത്തിലും ത്രികോണത്തിലും ഇതായി പോയിരിക്കുന്നു. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് കണ്ടു ഇല്ല, അവിടെ കുറേ ചേട്ടന്മാർ ഇതും കൊണ്ട് വന്നു. മറ്റേ അവിടെ ഒരു കിണർ ഇത് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് മറ്റേ കമ്പി വെച്ചുള്ള അടപ്പ് വെക്കാൻ വേണ്ടി മറ്റേ ചേട്ടന്മാർ 2 പേര് വന്ന് അവരതുകൊണ്ട് വെക്കാൻ പോയി. അതുകൊണ്ട് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നിക്കി അഴിച്ചുവിടാൻ പറ്റത്തില്ല. എനിക്ക് വിഷമമുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ടു അവിടെ ഇരുന്ന ലീശി വരെ പോയി എടുത്തുകൊണ്ട് വന്ന് ഞാൻ നിക്കി അഴിച്ചു വിടുമ്പോൾ അതിനെ കെട്ടിയിട്ടുണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പക്ഷേ ആദ്യമേ എൻ്റെ അടുത്തോട്ടേ ഓടി വരത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ എവിടെ വെച്ച് അഴിച്ചു വിട്ടാലും എവിടെ നിൽക്കുന്ന ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് ഓടി വരുന്നു. ഇഷ്ടമാണെന്ന് പറഞ്ഞു അവരോട്. അങ്ങനെ പറഞ്ഞു ബൗ ബൗ എന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.